News Hourലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. പിണറായി വിജയന്റെ നവകേരള യാത്രയിൽ പങ്കെടുക്കുന്ന കാര്യം നിശ്ചയിച്ചിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ റിപ്പോർട്ടറോട്. അങ്ങ് നവകേരള യാത്രയിൽ പങ്കെടുക്കും? നിശ്ചയിച്ചിട്ടില്ല. നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ അനുഭവ പരിചയവും ഘടകമാണെന്ന് സീതാറാം യെച്ചൂരി. പ്രായത്തിന്റെ കാര്യത്തിൽ അയവില്ലാത്ത നിലപാടെടുക്കാൻ കഴിയില്ല. CPM പ്ലീനം നാളെ മുതൽ കൊൽക്കത്തയിൽ. ശാശ്വതീകാനന്ദയെ കൊന്നു പുഴയിൽ തള്ളിയതാകാമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് പ്രകാശ് ആനന്ദ. തലക്കടിച്ചു കൊന്നുവെന്ന് സംശയിക്കാൻ സാഹചര്യത്തിലുമുണ്ട്. വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കാൻ തയ്യാർ. ബാർകോഴ കേസിലെ സുപ്രീം കോടതി വിധി ചൊവ്വാഴ്ച. വിധി സർക്കാരിന് നിർണായകം. കത്ത് വിവാദത്തിൽ ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. സ്വന്തമായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നത് ശരിയല്ല. അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. വിവാദമായ നെൽവയൽ ചട്ട ഭേദഗതി KPCC അന്വേഷിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സെക്രട്ടറി തല ചർച്ച ജനുവരി 15 ഇസ്ലാമാബാദിൽ. പാകിസ്ഥാൻ നയത്തിൽ കേന്ദ്രത്തിന് ആശയക്കുഴപ്പമെന്ന് കോൺഗ്രസ്. മോദിക്ക് കച്ചവട താൽപര്യമെന്നും വിമർശനം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത്. നാളെ മണ്ഡലപൂജ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിൽ താൻ പങ്കെടുക്കുന്ന കാര്യം നിശ്ചയിച്ചിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ. നവകേരള യാത്ര നയിക്കുന്ന ആൾ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിനോട് VS പ്രതികരിച്ചില്ല. എന്നാൽ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണെന്ന് VS കൊൽക്കത്തയിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. VSും പാർട്ടിയും രണ്ടല്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. കൊൽക്കത്ത പ്ലീനത്തിന്റെ നടപടികൾ ചർച്ച ചെയ്യാനുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് VS അച്യുതാനന്ദൻ CPM സംസ്ഥാന നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന പ്രസ്താവന നടത്തിയത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് VS പ്രതികരിച്ചത് ഇങ്ങനെ: അങ്ങ് നവകേരള യാത്രയിൽ പങ്കെടുക്കും? നിശ്ചയിച്ചിട്ടില്ല. ജാഥ നയിക്കുന്ന ആൾ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നവരെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിവാദമുണ്ട്. എന്നാൽ പ്ലീനം കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ പരിഹരിക്കുമോ എന്ന ചോദ്യത്തിനോട് മറുപടി ഇങ്ങനെ: ഞങ്ങൾ പരിശ്രമിച്ചു നോക്കും. കണിശമായും പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആലപ്പുഴ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടിയിൽ ഘടകം ലഭിക്കാത്തതിലുള്ള പരാതി VS പലവട്ടം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിലുള്ള തീരുമാനം ഇനി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നാണ് VSന്റെ നിലപാട്. കൊൽക്കത്തയിൽ എത്തിയതിനു ശേഷം സീതാറാം യെച്ചൂരിയെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്ന് VS ആവശ്യപ്പെട്ടതായാണ് സൂചന. ഇതിനിടെ പാർട്ടിയെയും VSനെയും രണ്ടായി കാണരുതെന്ന് സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. VS is a respected senior leader of the CPIM. I got the support because of everybody in the CPIM and VS also in the CPIM. പാർട്ടിക്ക് വിധേയനായിട്ടും തന്റെ ആവശ്യങ്ങളിൽ നേതൃത്വം അനുഭാവപൂർവ്വമായി പരിഗണിക്കുന്നില്ലെന്ന പരാതി VS അച്യുതാനന്ദനുണ്ട്. ഈ അതൃപ്തിയാണ് ഇപ്പോൾ VS പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും M ഉണ്ണികൃഷ്ണനും ക്യാമറാമാൻ മണി S അടൂരിനുമൊപ്പം B ബാലഗോപാൽ റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം PM മനോജ്, ഭാസുരേന്ദ്ര ബാബു, NM പിയേഴ്സൺ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം PM മനോജ്, നവകേരള മാർച്ചിൽ പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് VS അച്യുതാനന്ദൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നതായി താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, നവകേരള മാർച്ചിൽ മാർച്ച് നയിക്കുന്ന സഖാവ് പിണറായി വിജയനും അതിൻ്റെ കൂടെയുള്ള ജാഥാംഗങ്ങളല്ലാതെ മറ്റാരും എവിടെയൊക്കെ പങ്കെടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നവകേരള മാർച്ചിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് സഖാവ് VSന്റെ ഒരു വീഡിയോ സന്ദേശം കിട്ടണം എന്ന് ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഉടനെ തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രചാരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ മാർച്ചിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉദ്ഘാടന ചടങ്ങുണ്ട്, സമാപന ചടങ്ങുണ്ട്, ഓരോ ദിവസം സമാപനമുണ്ട്, അവിടെ ഇന്ന നേതാക്കൾ പ്രസംഗിക്കണം എന്നൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സഖാവ് VS വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അവിടെ എപ്പോൾ പങ്കെടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടില്ല എന്ന്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചിട്ടില്ല എന്ന മറുപടിയാണ് VS അച്യുതാനന്ദൻ നൽകുന്നത് എന്ന് പറയുമ്പോൾ CPMന്റെ കാര്യത്തിൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും VSന്റെ ഈ പ്രതികരണം നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. CPMനകത്ത് നിലനിൽക്കുന്നതായ ഒരിക്കൽ പോലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല എന്നതിന്റെ സൂചനയായിട്ട് തന്നെയാണ് അതിനെ എടുക്കേണ്ടത്. VSും പിണറായിയും എന്ന് പറയുന്ന
തർക്കവും വീണ്ടും വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വരാൻ പോകുന്നതായിട്ടുള്ള പ്ലീനത്തിൽ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എങ്കിൽ CPM ഇതാണ് എന്നുള്ള ഒരവസ്ഥ കേരളത്തിന്റെ മുന്നിൽ തുറക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM മനോജ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും VS അച്യുതാനന്ദൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഇപ്പോഴും ഒരവസരം കിട്ടിയാൽ താനാണ് മുഖ്യമന്ത്രി എന്നെ സംബന്ധിച്ച് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്, അതിന് കോംപ്രമൈസ് ചെയ്ത് തരാൻ തയ്യാറല്ല, അതുകൊണ്ടാണ് ജാഥയിലടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് ഉപാധികളോടെ ആകണം എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെയല്ലേ പാർട്ടിക്ക് പുറത്തുള്ളവർ അത് മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ ഉണ്ടാവണം. VS-ഉം പിണറായിയും തമ്മിൽ യുദ്ധം ഉണ്ടാവണം. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റാരെങ്കിലും ജയിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്, ഇല്ലയെന്നല്ല. CPIM തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കേരളത്തിലെ ആളുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകൾ അത് പറയും. ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ പാർട്ടിക്കകത്താണ്, പാർട്ടിയുടെ നേതൃത്വത്തിലാണ് കുഴപ്പം, നേതൃത്വത്തെ തീരുമാനിക്കുന്നതിലാണ് പ്രശ്നം എന്ന് സാധാരണ അത്തരം പ്രശ്നങ്ങളില്ല എന്നല്ല, അത്തരം പ്രശ്നങ്ങൾ മൂർച്ഛിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക അതിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യവും അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളുകളില്ല എന്നല്ല. പക്ഷേ ഇന്ന് സഖാവ് VS-ൽ നിന്ന് വന്ന പ്രതികരണം അങ്ങനെ ഒരു യാതൊരു തരത്തിലുള്ള സൂചനയും നൽകുന്നതല്ല. നികേഷ് പറഞ്ഞ തെറ്റാണ്. അദ്ദേഹം എന്നല്ല, മറ്റാരും തന്നെ എവിടെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയാ പങ്കെടുക്കണം തീരുമാനിച്ചിട്ട് ഇന്ന സ്ഥലത്ത് പങ്കെടുക്കുമെന്ന് പറയാം? ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. ശ്രീ NM പിയേഴ്സൺ, നവകേരള യാത്ര നയിക്കുന്നയാൾ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യത്തിന് VS അച്യുതാനന്ദൻ മൗനം അവലംബിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ VS അച്യുതാനന്ദൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ കച്ചകെട്ടി കാത്തു നിൽക്കുകയാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? VS അച്യുതാനന്ദന് ഇപ്പോഴും ആഗ്രഹമുണ്ട്, കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം VS ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ VS പ്രതികരിക്കുകയും അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ജയസാധ്യതയെ പോലും വലിയ തരത്തിൽ സ്വാധീനിച്ചേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൂടി പരിഗണിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം ഈ പ്ലീനത്തിൽ ഉണ്ടാകണം എന്ന ഒരാഗ്രഹത്തിന്റെ പ്രകടനം കൂടിയായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണാം, അദ്ദേഹത്തിന്റെ മൗനത്തെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM മനോജ്, ഇക്കാര്യത്തിൽ അവ്യക്തത പാർട്ടിക്കുള്ളിലില്ലേ? പാർട്ടിയുടെ ഒരു ഘടകവും ഒരുപക്ഷെ ചർച്ച ചെയ്യാത്ത വിഷയമായിരിക്കും അത്. പ്ലീനവും അത് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ VS ആണോ പിണറായി ആണോ എന്നത് സംബന്ധിച്ച് അവ്യക്തത പാർട്ടിക്കുള്ളിലുമുണ്ട്, മുന്നണിക്കുള്ളിലുമുണ്ട്. VS-നോട് അനുഭാവമുള്ളവർ VS-നെ ഉയർത്തി കാണിക്കണം എന്ന് പറയുന്നു. പിണറായിയോടൊപ്പമുള്ളവർ പിണറായി ആയതുകൊണ്ടാണല്ലോ നവകേരള മാർച്ച് പിണറായി വിജയൻ നയിക്കുന്നത് എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-ന് കഴിയുമെന്ന് തോന്നുന്നില്ല, LDF-ന് കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ല, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഏർപ്പാടല്ല പ്ലീനത്തിൽ നടക്കുക എന്നുള്ള ഒരു കാര്യം. പ്ലീനം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമ്മേളനമല്ല. രണ്ടാമത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ ഒരു സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പ്രോസസ്സ് തുടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴാണ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായി നടത്തേണ്ട ഒരു കാര്യത്തെ ഇപ്പം തന്നെ നടത്തണമെന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ നടന്നാൽ ഇങ്ങനെ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ യുക്തിരാഹിത്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ സഖാവ് VS കഴിഞ്ഞ 2 തവണ 3 തവണ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഖാവ് VS തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവുമല്ലോ, അതിലാർക്കും സംശയം വേണ്ടല്ലോ. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ഒരു വ്യക്തി നയിക്കുന്ന അനുഭവം കേരളത്തിലെ CPIM-നോ അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവരൊക്കെ ഒന്നിച്ചാണ് നയിക്കുക, പാർട്ടിയാണ് നയിക്കുക. അതാണ് സഖാവ് സീതാറാം യെച്ചൂരി ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. സഖാവ് VS-നെയും പാർട്ടിയെയും വേർതിരിച്ച് നിർത്തേണ്ടതില്ല.
VS പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. ആ പാർട്ടിയുടെ ഭാഗം തന്നെയായ സഖാവ് VSനെ എന്തിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന ഘട്ടത്തിലാണ് ഈ ചർച്ച നടത്തുന്നതെങ്കിൽ അതിനൊരു സാങ്കത്യമുണ്ട്, യുക്തിയുണ്ട്. ഇപ്പോഴേ ഈ ചർച്ച എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? 93 വയസ്സായ സഖാവ് VS ആ സഖാവ് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ആര് മുഖ്യമന്ത്രിയാവും എന്ന് ചോദിച്ച് സഖാവ് മിണ്ടിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം, മിണ്ടിയാൽ അത് പ്രശ്നം, ഇങ്ങനെ ഓരോ ദിവസവും ചർച്ച ഉണ്ടാക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നാണ് എനിക്ക് ചോദിച്ചത്. പി. മനോജ്, ഇക്കാര്യത്തിലൊരു അവ്യക്തത പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ വ്യക്തത വരുത്തേണ്ടത് പാർട്ടിയല്ലേ? VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ VS അച്യുതാനന്ദനായിരിക്കും എന്ന് പറയുക, പിണറായി വിജയനാണ് VS അച്യുതാനന്ദൻ ഇനി വീട്ടിലിരിക്കട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ അത് പറയുക, അതിന് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വിഭാഗീയത കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡായിട്ടല്ലേ പൊതുസമൂഹം കാണൂ? അല്ല നികേഷ്, കേരളത്തിൽ ഇതുവരെ ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് ഇന്നയാളാണ് ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുക എന്ന് പ്രഖ്യാപിച്ച് ഇന്ന് വരെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും VS അച്യുതാനന്ദൻ അത് ജനങ്ങളെ അണിനിരത്തി പാർട്ടി പ്രവർത്തകരെ അണിനിരത്തി പിടിച്ചു വാങ്ങുകയും ചെയ്ത പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ VS അച്യുതാനന്ദനാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന സംശയം ഉയരുന്നത്. ആ നിലയിൽ തനിക്ക് പറയാറായിട്ടില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്, അത് ഞാൻ അവസരം വരുമ്പോൾ എവിടെയാണോ പറയേണ്ടത് അവിടെ പറയാം എന്ന നിലയിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നത്. അല്ല, VSന്റെ കഴിഞ്ഞ 2 തവണത്തെ അനുഭവമൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ സഖാവ് VS കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി വ്യാമോഹം എനിക്ക് മുഖ്യമന്ത്രിയായേ തീരൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് അദ്ദേഹം എടുക്കുമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗ നിലയിലും അതുപോലെ സഖാവ് VSനെ പോലെയുള്ള നേതാക്കളുടെ നന്മയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. എനിക്ക് അത്തരം അഭിപ്രായമില്ല. പക്ഷേ NM ഇങ്ങനെ ഒരു പാർലമെൻ്ററി വ്യാമോഹം VS അച്യുതാനന്ദൻ ഇപ്പോഴും ഈ 93-ാം വയസ്സിലും കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം താങ്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല, VS അച്യുതാനന്ദനോട് ചോദിക്കണം. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് ഉണ്ടാകാൻ പാടുണ്ടോ? അതെ, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വെച്ചു പുലർത്താൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പാർട്ടി നേതാക്കൾ എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുസമൂഹത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യങ്ങൾക്ക് ഉപരിയായി വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള താല്പര്യങ്ങൾ മുഴച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇവരെ എങ്ങനെയാണ് രാജ്യത്തിനും അതേപോലെ തന്നെ പാർട്ടിക്കും സമൂഹത്തിനുമൊക്കെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ എന്ന അന്വേഷണമാണ് അവർ നടത്തേണ്ടത്. അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ മാത്രമേ അവർക്ക് എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ LDF തന്നെ ആകെ തന്നെയും? ഇപ്പോൾ ഉദാഹരണത്തിന് CPM അതിൻ്റെ സംഘടനാ സംവിധാനം ആകെ പിണറായി വിജയൻ്റെ കയ്യിലാണ്. പക്ഷേ CPI-യിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അത് പന്നിൻ്റേതായാലും കാനത്തിൻ്റേതായാലും ഒരു VS ചായ്വ് കാണുന്നു. മറ്റ് ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ശക്തിയുള്ള പാർട്ടികൾ മുന്നണിയിലില്ല. അപ്പോൾ ഈ നിലയിൽ LDF വേർതിരിഞ്ഞ് നിൽക്കുകയാണ് എന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? അല്ല, അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉയർന്നു വരുന്നതെങ്കിൽ LDF-ന് യാതൊരു വിധമായിട്ടുള്ള സാധ്യതയും വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് അതിന്റെ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. CPI നിരന്തരമായിട്ട് VS-ന് അനുകൂലമായ രീതിയിൽ പല ഘട്ടങ്ങളിലും പല നേതാക്കളിലൂടെയും അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPI-ക്ക് ഇനിയും കൂടുതൽ സീറ്റ് കിട്ടാനായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് പറയുന്ന അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയാണ്. ആ വിഭാഗീയതയിൽ ഒരു ഉപകരണമായി VS മാറിത്തീരുന്ന സാഹചര്യവും നമുക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഭാസുരേന്ദ്ര ബാബു ടെലിഫോൺ ലൈനിൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ VS അച്യുതാനന്ദന് പോരാടി നേടിയെടുക്കേണ്ടി വന്നു നിയമസഭാ കക്ഷി നേതൃത്വം. ഇത്തവണയും അദ്ദേഹം താൻ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന നിലയിൽ അത്തരമൊരു ചോദ്യം വരുമ്പോൾ മൗനം അവലംബിക്കുകയാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ VS അച്യുതാനന്ദനെ ഒഴിവാക്കാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യം
ഉണ്ടായിരുന്നു. ഇത്തവണ അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തുന്നവരും അതല്ല, വി എസ് അച്യുതാനന്ദന് 93 വയസ്സായി, ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ശക്തിക്ഷയം സംഭവിച്ചിരിക്കുന്നു തുടങ്ങിയ വിലയിരുത്തൽ നടത്തുന്നവരുമുണ്ട്. താങ്കൾ വി എസ് അച്യുതാനന്ദൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് നേതൃത്വത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതിനകത്ത് കൃത്യമായും വി എസ് അച്യുതാനന്ദൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മനോഗതം ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളും പാർട്ടികളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനമില്ല. സാധാരണഗതിയിൽ ഇക്കാര്യത്തിൽ മത്സരിക്കാൻ പ്രതീക്ഷിക്കാൻ കഴിയില്ല. മത്സരിക്കുന്നതിന് പ്രാപ്തിയൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിച്ചു കൂടായികയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CPM എന്ന രാഷ്ട്രീയ സംഘടന വലിയ അളവോളം ശൈഥില്യം നേരിട്ടത് ഈ വിഭാഗീയമായിരുന്ന ഒരു സമരത്തിലാണ്. ആ വിഭാഗീയത പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പാർട്ടി നേതൃത്വം അവകാശപ്പെടുമ്പോഴും ഈ വിഭാഗീയതയുടെ ഭാഗമായി ഏറ്റവും അധികം നടപടിക്ക് വിധേയമായ അതിനെ പരിഹരിച്ച ആൾ അച്യുതാനന്ദൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ വീണ്ടും വിഭാഗീയതയുടെ ഒരു അന്തരീക്ഷം രൂപപ്പെടും. പ്രത്യേകിച്ച് ഒരു VS സെന്റേഡ് ഡിസ്കഷൻ. ആ VS സെന്റേഡ് ഡിസ്കഷൻ വിഭാഗീയതയുടെ അനുചിതമായ എല്ലാ ഫലങ്ങളും കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ പെട്ടെന്ന് പ്രെഡിക്റ്റബിൾ ആയ ഒരു നേതാവുമല്ല. അദ്ദേഹം പലപ്പോഴും നിയമങ്ങൾ ലംഘിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന്റെ അന്തചിത്രത്തിന്റെ ആ സാഹചര്യത്തിലും ഇടതുപക്ഷത്തിനാണ് വിജയ സാധ്യത എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ വിജയസാധ്യത അട്ടിമറിക്കാൻ വി എസ് അച്യുതാനന്ദന് ശേഷിയുണ്ട്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിൽ ഉടനീളം വി എസ് അച്യുതാനന്ദൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നു. ആ നിലയിൽ തന്നെയാണ് ആ ജാഥ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ള മാധ്യമ വാർത്തകളും പാർട്ടി ബ്രീഫിങ്ങും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വി എസ് അച്യുതാനന്ദനോട് മൈക്കിലൊരു ചോദ്യം വരികയാണ്, പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹത്തിൻ്റെ ഉറച്ച മറുപടി, ഞാൻ അക്കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ്, നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. അത് പറയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അല്ല, അത് വളരെ സ്പഷ്ടമായ ചില ലക്ഷ്യഭേദങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പ്. എങ്കിലും കൽക്കത്ത പോലൊരു സ്ഥലത്ത് ഒരു പ്ലീനം നടക്കുന്ന സാഹചര്യത്തിൽ ഉചിതമായൊരു ചോദ്യമായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ മറുപടി തന്നെയാണ് ഒരുപക്ഷെ ചോദ്യം ചോദിക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്. ഒരു അന്തരീക്ഷമുണ്ടല്ലോ കൽക്കത്തയിൽ. ശരിയാണ്, ഇതൊന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേ അല്ല പ്ലീനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോകുന്നില്ല, ഒരു നേതൃത്വത്തെയും അവിടെ തീരുമാനിക്കുക. അതിനേക്കാൾ അപ്പുറത്തെ ഗൗരവമായ പാർട്ടിയുടെ ചില വിഷയങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അവിടെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ നേതാക്കന്മാരും എത്തിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അനൗപചാരിക സംഭാഷണങ്ങൾക്കുള്ള സാധ്യത. അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിഷയം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മാലിന്യ നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി വരുമ്പോൾ ആ ചോദ്യം ഉന്നയിക്കാത്തത് വി എസ് അച്യുതാനന്ദൻ്റെ മനസ്സിൽ ആ വിഷയം രൂപപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ പ്ലീനത്തിൽ പോകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മനസ്സിൽ സംഘടനാപരമായ ഒട്ടേറെ വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ ശരിയായ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുക. അതുകൊണ്ടായിരിക്കും മൈക്ക് വെച്ച് ബി ബാലഗോപാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ചോദിക്കുമ്പോൾ ബി ബാലഗോപാലിനെയോ അല്ലെങ്കിൽ ചാനൽ പ്രവർത്തകരെയോ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ താൻ നവകേരള മാർച്ചിൽ പങ്കെടുക്കുന്ന കാര്യം നിശ്ചയിച്ചിട്ടില്ല എന്ന് ഉറച്ച സ്വരത്തിൽ വി എസ് അച്യുതാനന്ദൻ പറയുകയാണ്. അവിടെ ഉപാധികൾ വെക്കുകയാണോ ചില കാര്യങ്ങൾക്ക് വി എസ് അച്യുതാനന്ദൻ? അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി വി എസ് അച്യുതാനന്ദൻ എപ്പോഴും ഒരു VS ഓറിയന്റഡ് VS സെന്റേഡ് ചർച്ച ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് പാർട്ടി സംഘടനയല്ല, മറിച്ച് മാധ്യമ സംഘടനയുടെ പിന്തുണയാണ് അദ്ദേഹം ജീവശ്വാസമായി കാണുന്നത് പാർട്ടിക്കുള്ളിലാണെങ്കിൽ പോലും. അതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു വാസ്തവം അനുഭവവേദ്യമായ ഒരു മലയാളി വാസ്തവം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വരുമ്പം സ്വാഭാവികഗതിയിൽ അദ്ദേഹം ശ്രമിച്ചുകൂടായികയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന നേതാവല്ലല്ലോ അദ്ദേഹം. അത്തരം ഒരു സാഹചര്യത്തെ പോലും ഒരു പക്ഷേ കഴിഞ്ഞ തവണ എന്ന മാതിരി പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ CPM അതിജീവിക്കാൻ കഴിഞ്ഞുകൂടായികയില്ല. അങ്ങനെ ഒരു ബലപരീക്ഷണം പഴയ രീതിയിൽ ഉണ്ടാകാനിടയില്ല. പക്ഷെ അപ്പോഴും തന്റെ ഘടകം എന്ത് എന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു സമ്മർദ്ദതന്ത്രമായി VS അത് ഉപയോഗിച്ചുകൂടായികയില്ല. ശ്രീ PM മനോജ്, രമേശ് ചെന്നിത്തലയുടെ പിതൃശൂന്യ കത്ത്, അതിൻ്റെ ഘടന, അതിൻ്റെ കണ്ടന്റ് എന്നിവ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന ഗ്രൂപ്പിൻ്റെ പൊതുവായ നിലപാട്, തൊലിപ്പുറത്തെ ചികിത്സ പോരാ സർജറി തന്നെ വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ തന്നെ ആവശ്യം, ഇങ്ങനെ ഒരു വശത്ത് കാര്യമായ വിധത്തിൽ പഴയ UDF തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് അപകടപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ
LDFിൻ്റെ ഇപ്പോഴുള്ള മുൻതൂക്കത്തെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ VS അച്യുതാനന്ദന് പഴയ റോളിലേക്ക് ഒരു നിമിഷാർദ്ധം കൊണ്ട് തിരിച്ചു വരാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നതാണോ ഇന്നത്തെ സൗണ്ട് ബൈറ്റ്? നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തൻ്റെ ഘടകമേത് എന്ന VS അച്യുതാനന്ദന് അന്വേഷണമുണ്ടല്ലോ, അതാണ് മുന്നുപാധിയായി കാണേണ്ടത്. ആ കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീർപ്പ് കൽപ്പിച്ച് നൽകുന്നില്ല എങ്കിൽ തനിക്ക് എല്ലാം നാമാവശേഷമാക്കാൻ നിമിഷങ്ങൾ മതി എന്ന ഒരു മുന്നറിയിപ്പായി പോലും അതിനെ കാണേണ്ടതുണ്ട്. നികേഷ്, അത് നമ്മൾ ഏത് വസ്തുതയെ ആധാരമാക്കി ചർച്ച ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ ഇവിടെ നികേഷ് തന്നെ പറഞ്ഞത് ഈ നവകേരള മാർച്ചിൽ ഉടനീളം VSന്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള തീരുമാനം, വാർത്തകൾ, വാർത്താ സമ്മേളനം എന്നൊരു സൂചനയുണ്ടായി. തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനമോ ഒരു സൂചനയോ ഇതുവരെ പാർട്ടിയിൽ നിന്ന് വന്നിട്ടില്ല ഉടനീളം. കാരണം VSന് ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ VS ആ മാർച്ചിൽ അംഗമായിരിക്കുമല്ലോ. അത് കഴിയില്ല, അങ്ങനെ ഒരു സാധ്യതയുമില്ല. രണ്ടാമത്, ഈ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറപ്പ് വളരെ ഖണ്ഡിതമായി, നിശ്ചയിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതിനൊരു ഉറപ്പുള്ള നിശ്ചയിച്ചിട്ടില്ലായ്മയും അല്ലാതെ ഉറപ്പില്ലാത്ത നിശ്ചയിച്ചിട്ടില്ലായ്മയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാഴ്ച മുമ്പ് സഖാവ് പിണറായിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. ആ ഇൻ്റർവ്യൂ ഒരാഴ്ച ഹോൾഡ് ചെയ്ത് വെക്കുന്നു. പ്ലീനം തുടങ്ങുന്നതിന് തലേന്ന് ഇവരൊക്കെ കൽക്കത്തയിലെത്തുമ്പോൾ ആ ഇൻ്റർവ്യൂ പുറത്തു വിടുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായ ചോദ്യം സഖാവ് സീതാറാം യെച്ചൂരിയോട് കൽക്കത്തയിൽ ഉന്നയിക്കുന്നു. എന്നിട്ട് ആ ഒരു മാധ്യമം, പ്രത്യേക മാധ്യമം, ആ മാധ്യമം പറയുകയാണ് ഇതാ ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു, മുഖ്യമന്ത്രി ആര് എന്നതാണ് അവിടെ പ്ലീനത്തിലുള്ള പ്രധാന വിഷയമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദ്വന്ദ്വം സൃഷ്ടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച കൊണ്ടുപോവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM ഇന്ന് കേരളത്തിൽ നേടിയ മുൻതൂക്കം ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് രാവിലെ മുതൽ ഉയർന്നു വന്ന ചർച്ച. ആ ചർച്ചയിൽ തന്നെയാണ് നമ്മളിപ്പം ഭാഗമാകാവുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വരാനിരിക്കുന്ന സാങ്കല്പികമായ ഈ ചോദ്യത്തെയാണോ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്? അതല്ല ഈ വന്ന പിതൃശൂന്യ കത്ത്, അതിൻ്റെ ഭാഗമായിട്ട് UDF നടക്കുന്ന അടി, അതിനെ ഏത് തരത്തിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താം, നികേഷിന് രാഷ്ട്രീയം പ്രയോജനപ്പെടുത്താൻ എന്നല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന ചർച്ച നടക്കേണ്ടതിന് പകരം ഇത്തരം സാങ്കല്പിക വിഷയങ്ങൾ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു തെറ്റായ സൂചനയാണ് നൽകുന്നത് എന്നാണ്. അല്ലാതെ ഞാനില്ല. ഇവിടെ നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തൻ്റെ ഘടകമേത് എന്ന VS അച്യുതാനന്ദൻ്റെ ചോദ്യമുള്ളൂ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള, അതിന് ഉത്തരം നൽകാൻ ഇതുവരെ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല, കേന്ദ്ര കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിശ്വാസമാണ്. ഒരുപക്ഷേ കേന്ദ്ര കമ്മിറ്റിയാണ് VS അച്യുതാനന്ദൻ്റെ ഘടകം എന്ന് സ്വാഭാവികമായും ഒരു കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന നിലയിൽ നമുക്ക് അനുമാനിക്കാമെങ്കിൽ തന്നെയും അതാണ് പാർട്ടി എന്ന് പാർട്ടി പറയാത്ത നിലയ്ക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വേണം. എങ്കിൽ മാത്രമേ VS അച്യുതാനന്ദന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ. കാരണം VS അച്യുതാനന്ദൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സ്വാഭാവിക സ്ഥാനാർത്ഥിയാകുന്നുണ്ടോ ഇല്ലയോ എന്നതൊക്കെ ആ നിലയിൽ അദ്ദേഹത്തിന് തന്നെ അനുമാനിച്ചെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ ഉപാധി VS അച്യുതാനന്ദൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെക്കുകയാണോ? നികേഷ്, ഞാൻ അറിഞ്ഞിടത്തോളം എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ സഖാവ് VS അച്യുതാനന്ദൻ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാകുന്നത് പാർട്ടി നടപടിയുടെ ഭാഗമായിട്ടല്ല. 80 വയസ്സ് കഴിഞ്ഞ ആളുകളെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെ പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ 2 തവണ, അതിന് മുമ്പത്തെ തവണ എക്സംഷൻ കൊടുത്തെങ്കിലും അടുത്ത തവണ അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കി വെച്ചത്. ആ ക്ഷണിതാവെന്ന പദവി എന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് താഴെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് താഴെയോ അല്ല. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഘടകം താ എന്നൊരു വിഷയം VS ഉയർത്തുന്നതായി ഈ പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമല്ല. പിന്നെ അകത്തെന്ത് നടക്കുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു. അല്ല, അതിനകത്ത് ഇപ്പം മനോജ് പറയുന്ന സംഘടനാപരമായി അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം CPMനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിനു മുമ്പും പ്രത്യേക ക്ഷണിതാവായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാലാനന്ദൻ അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഹി വാസ് ലെഫ്റ്റ് ടു ഒബ്ലിവിയൻ, വിസ്മൃതിയിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു സ്പെസിഫിക്കായ ഘടകത്തിൽ നിർത്തുക, അങ്ങനെ പിന്നെ അതിന്റെ ഒരു കേരളത്തിൽ അദ്ദേഹം സംബന്ധിക്കേണ്ട. ഇപ്പം മനോജ് പറയുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്നതിന്റെ വാർത്തയായാലും, കാരണം അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിവാദ സ്വഭാവത്തിൽ നിലനിർത്താൻ പാകത്തിലുള്ള സന്നിഗ്ധത ഉണ്ടാകുന്നു. ഈ ഘടകം ഏതാണ്, അദ്ദേഹത്തിന് ഘടകമില്ല എന്നതാണ്. ഘടകം ഏതാണ് എന്നത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല എന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിൽ തന്നെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തത് എന്താണ് എന്ന ചോദ്യമാണോ വി എസ് ഉയർത്തുന്നത്? അല്ല, സാധാരണഗതിയിൽ എന്റെ അടുത്താണ് ആ ചോദ്യമെങ്കിൽ സാധാരണഗതിയിൽ ആ ചോദ്യം തന്നെയായിരിക്കും അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തുടരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അവകാശമാണ്. പിന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അത് അറിയാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. ഒന്ന്. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാതിരി തന്നെ മത്സരിക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അത്തരമൊരു ഘടകത്തിൽ ഉണ്ടാവുക എന്നത് ആ സാധ്യതയുടെ നിർവഹണത്തിന് കൂടുതൽ അനുഗുണമായിരിക്കും. ശ്രീ എൻ എം പിയേഴ്സൺ, വി എസ് അച്യുതാനന്ദനെ എന്തുകൊണ്ട് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് വി എസ് അച്യുതാനന്ദനൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യം പ്രസക്തമാണോ? തീർച്ചയായിട്ടും അത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മാത്രമല്ല, അത്തരം കാര്യങ്ങളിലേക്ക് പൊതുചർച്ച കൊണ്ടുപോകാതിരിക്കാനായിട്ടുള്ള വിവേകം കാണിക്കേണ്ടത് കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും തന്നെയാണ്. കാരണം വി എസ് അച്യുതാനന്ദന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയും കേരളത്തിലെ ആളുകളെ ആരെയും പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ന്യായമായി ഉയർത്തുന്ന ഒരു ചോദ്യമാണ് താൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടോ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അന്വേഷണം. അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏത് സ്വഭാവം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടെന്ന് നമുക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിനോട് യോജിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തതായിട്ടുള്ള കടുംപിടുത്തം നേതൃത്വങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. പ്രത്യേകിച്ച് ഇടതുപക്ഷം വീണ്ടും ഇവിടെ ഭരണത്തിലേക്ക് വരണം എന്ന് പൊതുസമൂഹത്തിന്റെ ഒരാഗ്രഹം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് വിഘാതം വരുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഉണ്ടാക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ അല്ല യഥാർത്ഥത്തിലുള്ളത്. അത് കേരള നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും തന്നെയാണ്. കാരണം വി എസ് അച്യുതാനന്ദന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ വിവാദപരമായിട്ടുള്ള ഇടപെടലുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ അദ്ദേഹത്തെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ പാർട്ടിക്ക് നിലനിർത്താനായിട്ട് കഴിയുമെന്ന അന്വേഷണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതല്ലേ? ചുരുക്കത്തിൽ ഷിപ്പി എം മനോജ്, വി എസ് അച്യുതാനന്ദനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ വലിയ മഴുവെടുത്ത് കാലിലിടുന്നത് പോലെയായിരിക്കും CPM. അല്ല, ഈ പറഞ്ഞത് സഖാവ് സുർജിത്തും സഖാവ് ജ്യോതി ബസുവും അവസാനം പിന്നെ പാർട്ടിയുടെ ക്ഷണിക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിരുന്നു. അതുകൊണ്ട് വി എസിന് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരിക്കലും ഏത് ഘടകം എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം. രണ്ടാമത്, ഈ കാലിന് മഴുവെടുത്ത് ഇടുന്നത്, അങ്ങനെ ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം നിർബന്ധമായ, അതായത് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന UDF, കേന്ദ്ര ഭരണത്തിൽ BJP, അതിൻ്റെ തീവ്ര വർഗീയത, വർഗീയ ആക്രമണങ്ങൾ, ഈ രാഷ്ട്രീയ ദൗത്യം കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്താർജിക്കേണ്ടതുണ്ട്. അതിനെ നയിക്കുന്ന CPIയും അതിനേക്കാൾ കരുത്താർജിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ എങ്ങനെ നേരിടുന്നു നമുക്കറിയാലോ. CPIയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു പരാമർശം വന്നപ്പോൾ സഖാവ് VS അതിനെ എങ്ങനെ നേരിട്ടു നമുക്കറിയാലോ. ഇതേ പറഞ്ഞ് ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സഖാവ് VS തന്നെയാണ് ജാഥ നയിക്കുന്ന ആൾ മുഖ്യമന്ത്രി ആവണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞത്. അതുപോലെ പറയാൻ ഒരു നിമിഷം കൊണ്ട് VSന് കഴിയുമെന്ന അനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയം നമ്മളെക്കാൾ, നികേഷിനേക്കാളും എന്നെക്കാളും പിയേഴ്സിനേക്കാളും ഭാസുരേന്ദ്ര ബാബുവിനേക്കാളും കൃത്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പൾസ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൾസ് മനസ്സിലാക്കുന്ന 90 വയസ്സ് കഴിഞ്ഞ സഖാവ് VS, ആ VS ഈ പാർട്ടിയെ നയിക്കാൻ, ഈ മുന്നണിയെ നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ സ്വത്തായിട്ട് തന്നെ നിൽക്കും. അല്ലാതെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ വിജയത്തിൽ എത്തുന്നതിൽ നിന്ന് തടയുന്ന ഒന്നായി VSന്റെ സാന്നിധ്യം മാറില്ല എന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത്. CPI അടക്കമുള്ള കക്ഷികളുടെ വികാരം VSനെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകണം. VSും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. VSനെ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിർത്തണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ഒരു ചർച്ച പോലും ഉണ്ടാകൂ എന്നുള്ളതാണ്. ആ വികാരം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ CPMന്റെ മേധാവിത്വ ശക്തിയായ പിണറായി ഗ്രൂപ്പിന് കഴിയില്ലേ? അല്ല, അതിനകത്ത് സത്യത്തിൽ ഒരു ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ VS അച്യുതാനന്ദനെ ഇതിൽ തുടരുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ കേരള നേതൃത്വം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ
പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞു, അച്ചടക്ക ലംഘനം നടത്തിയാൽ VS-ന് ലഭിക്കുന്ന പരിഗണന എല്ലാവർക്കും ലഭിക്കുമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞാൽ VS-ന് ഒരു നീതി, മറ്റുള്ളവർക്ക് മറ്റൊരു നീതി. ആ നിലയ്ക്ക് ഒരു പാർട്ടി എത്തുന്നത് ആശാസ്യമല്ലെങ്കിൽ പോലും VS-നെ സംബന്ധിച്ച് പ്രത്യേക പരിഗണനയുടെ ലോകം എപ്പോഴും ഇവിടുത്തെ കേരള സംസ്ഥാന ഘടകം പുലർത്തുന്നു എന്നാണല്ലോ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ തന്നെ കാണാൻ കഴിയുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ പോലും മാധ്യമങ്ങളും ഒരുപക്ഷെ ഒരു പരിധിയോളം മാധ്യമങ്ങളും നേരത്തെ മനോജ് സൂചിപ്പിച്ച മാതിരി അജണ്ട സെറ്റ് ചെയ്ത് അഭിമുഖങ്ങൾ പ്രസാദനം ചെയ്യുന്ന മാധ്യമങ്ങളടക്കം അത്തരം മാധ്യമങ്ങളും VS-ഉം തമ്മിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു സംയോഗം സംഭവിക്കുന്നുണ്ട്. ആ സംയോഗം പാർട്ടിക്ക് ശിഥിലത കൈ കൊണ്ടുവരുന്നുമുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന ഈ ഇതുവരെ ഉണ്ടായിരുന്നു എന്ന് പാർട്ടി തന്നെ പറയുന്ന വിഭാഗീയതയുടെ ഉള്ളടക്കമാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നത് നമ്മുടെ ആഗ്രഹങ്ങളും പ്രത്യാശകളുമായിരിക്കുന്നത് പോലെ തന്നെ. കാരണം അത്രത്തോളം തകർന്ന് അരിപ്പണമായ UDF-ന്റെ ഭരണമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഈ നേതാക്കൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഏറ്റവും ഉന്നത സ്ഥാനം പാർട്ടി സംസ്ഥാന ഘടകം കൽപ്പിച്ച് നൽകിയിട്ടുള്ള PS തന്നെയാണ്. വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ PM മനോജ്. സുരേന്ദ്ര ബാബു NMPSN HSFR പങ്കെടുത്തതിന് ഒരിടവേള.